ജമ്മുകശ്മീരിൽ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത്. എന്താണ് വിവരം? അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഈ റെയ്ഡിന്റെ സാഹചര്യം എന്താണ്? ഏതൊക്കെ ഏജൻസികളാണ് എന്ന് വ്യക്തമാകുന്നുണ്ടോ? രതീഷ്, അനന്ത്നാഗ്, ഷോപ്പിയാൻ ജില്ലകളിലാണ് പരിശോധന നടക്കുന്നത്. അവിടെ തന്നെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ജമ്മു കശ്മീർ പോലീസ് തന്നെയാണ് ഈ റെയ്ഡ് നടത്തുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുള്ള ആളുകളുടെ വീടുകൾ, കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിലെല്ലാം റെയ്ഡുണ്ട്. ഈ നേരത്തെ 2018 തന്നെ ജമ്മു കശ്മീരിൽ നിരോധിച്ചിരുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമ്മു കശ്മീർ. പിന്നെ അത് 2024 5 വർഷത്തേക്ക് കൂടി ആ നിരോധനം നീട്ടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത് പല രീതിയിലും പല തരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകൾ കൂടി നടക്കുന്നു എന്നുള്ള കണ്ടെത്തലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇടപാടുകൾ ഏത് തരത്തിലാണ്, അത് ആരൊക്കെ നടത്തുന്നു, മാത്രമല്ല ഇപ്പോഴും സജീവമായി പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുക, ബന്ധമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും റെയ്ഡ് നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഷോപ്പിയാൻ, അനന്ത്നാഗ് ഈ 2 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.